Peace be upon you. You're watching a video from Yaqeen Institute for Youth Conversation in collab with sawajhub.com. ബിസ്മില്ലാ വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹ്. പ്രിയ ദീനി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് 19ാമത്തെ ഹദീസാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അനി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ കുൻതു ഖൽഫൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ. ഞാൻ ഒരു ദിവസം റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകെ സഞ്ചരിക്കുകയായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. ഫഖാല ലീ യാ ഗുലാം. അപ്പൊ റസൂൽ എന്നോട് പയ്യ കുട്ടി എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നി മുഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. ഇഹ്ഫളില്ലാഹ യഹ്ഫളുക, നീ അള്ളാഹുവിനെ വേണ്ടും വിധം സൂക്ഷിച്ചാൽ അവൻ നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോളും. ഇഹ്ഫളില്ലാഹ, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ തജിദുഹു തുജാഹക്, നിനക്ക് നിന്റെ ചാരത്ത് അവനെ കണ്ടെത്താം. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നിനക്ക് വല്ലതും ചോദിക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് തന്നെ ചോദിക്കുക. വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നിനക്ക് വല്ല സഹായവും അഭ്യർത്ഥിക്കാനുണ്ടെങ്കിൽ അതും അള്ളാഹുവിനോട് തന്നെ ചെയ്യുക. വാലം, കാരണം എന്താണെന്നറിയോ? അന്നൽ ഉമ്മ, ഈ സമൂഹം അപ്പാടെയും ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ, നിനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി എല്ലാവരും ഒരുപോലെ ഒത്തൊരുമിച്ചിറങ്ങിയാലും ലൻ യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു ലക്, അള്ളാഹു നിനക്ക് വേണ്ടി രേഖപ്പെടുത്തിയതെന്തോ അതല്ലാത്തതൊന്നും തന്നെ അവർക്ക് ചെയ്യുവാൻ സാധ്യമല്ല. വൈൻ ഇജ്തമഉ അലാ അൻ യളുറുക ബിശൈഇൻ, ഇനി നിന്നെ വല്ല വിധേനയും ദ്രോഹിക്കാനാണ് അവരെല്ലാരും കൂടി തീരുമാനിച്ചതെങ്കിൽ ലം യളുറുക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു അലൈക്, നിനക്കെതിരെ അള്ളാഹു എന്ത് രേഖപ്പെടുത്തിയോ അതല്ലാത്തതൊന്നും നിനക്ക് സംഭവിക്കാൻ പോകുന്നില്ല. റുഫിയത്തുൽ അഖ്ലാം വജഫത്തിസ് സുഹഫ്, കാരണം പേനകൾ നേരത്തെ ഉയർത്തപ്പെടുകയും മഷികൾ ഉണങ്ങുകയും ചെയ്തിരിക്കുന്നു. ഇമാം തുർമിദി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണിപ്പോ വായിച്ചത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് റിപ്പോർട്ട്. ആരാണ് അദ്ദേഹം? ഞാൻ നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് അബ്ദുല്ലമാർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരികളായി കടന്നുപോയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ അഗ്രഗണ്യനായ ഒരു വ്യക്തിത്വമാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അഥവാ റസൂലിന്റെ പിതൃവ്യനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ള. വിജ്ഞാനത്തിന്റെ മഹാസാഗരമായി മാറിയ ഒരു അതുല്യ പ്രതിഭയായിരുന്നു അദ്ദേഹം. നമുക്ക് നമ്മുടെ സാമൂഹിക ഇടങ്ങളിൽ നിന്ന്, എത്രത്തോളം പള്ളികളിൽ നിന്ന് പോലും കൗമാരക്കാരും ബാല്യക്കാരുമൊക്കെ അകറ്റി നിർത്തപ്പെടുന്ന, അവഗണിക്കപ്പെടുന്ന, അവരർഹിക്കുന്ന പരിഗണന ലഭിക്കപ്പെടാതെ പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിനിടയിൽ അത്തരക്കാരോട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് നിലപാടായിരുന്നു എടുത്തിരുന്നത് എന്ന് നമ്മുടെ മതനേതൃത്വവും പണ്ഡിതന്മാരുമൊക്കെ ഉൾപ്പെടെ പഠിച്ചിരുന്നെങ്കിൽ, മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്ന് ഈ ഒരു വേളയിൽ ആഗ്രഹിച്ചു പോവുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെയും അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെയും അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെയും പോലുള്ള നിരവധി ബാല്യക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിരുന്നു റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുമ്പോൾ അദ്ദേഹം അവരോടെടുത്ത സമീപനം എന്തായിരുന്നു എന്നും നമുക്ക് ഊഹിക്കാവുന്നതല്ലേ. ഈ സമീപനം സ്വീകരിക്കപ്പെടാത്തതിന്റെ പേരിലാണ് ഏറ്റവും ക്രൂഷ്യലായ ഒരു ഏജിൽ കുട്ടികളും ആ ഒരു തലമുറ അപ്പാടെയും ദീനീ വേദികളിൽ നിന്ന് അകന്നു പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഉപദേശങ്ങൾ പീഡയാക്കി മാറ്റുകയോ കൊഞ്ചിച്ചു വഷളാക്കുകയോ ചെയ്യാത്ത വിധമായിരിക്കണം അവർ ഡീൽ ചെയ്യേണ്ടത്. ഇരിക്കട്ടെ, നമുക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിലേക്ക് തിരികെ വരാം. റസൂലിന്റെ വഫാത്തിന് നേരത്ത് ഇദ്ദേഹത്തിന് കേവലം 13 വയസ്സായിരുന്നു പ്രായം. എന്നിട്ടും 1660ഓളം ഹദീസുകൾ ഇബ്നു അബ്ബാസിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. റസൂലിനെ വിട്ടുമാറാതെ ജീവിച്ചുകൊണ്ട് വിജ്ഞാനം തന്നെ ജീവിതം എന്നത് സാർത്ഥകമാക്കിയ ഒരു മനുഷ്യൻ. നേരിട്ട് കേൾക്കാത്ത ഹദീസുകൾ മിനിമം 30 പേരിൽ നിന്നെങ്കിലും കേട്ട് വെരിഫൈ ചെയ്തിട്ട് മാത്രമേ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നുള്ളൂ. അത്രമാത്രം ജാഗ്രതായിരുന്നു അദ്ദേഹം. സമകാലികരായ പണ്ഡിത ശ്രേഷ്ഠരും സ്വഹാബികളുമെല്ലാം അമ്പരന്നു പോകും വിധമായിരുന്നു അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക യാത്ര. അദ്ദേഹത്തിന്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അല്ലാഹുമ്മ ഫഖിഹ്ഹു ഫിദ്ദീൻ, ദീനിൽ ഇദ്ദേഹത്തെ അവഗാഹമുള്ളവനാക്കി തീർക്കണേ എന്ന് പ്രാർത്ഥിച്ചത് വെറുതെയായി പോകാൻ ഒരു വഴിയുമില്ലല്ലോ. തഫ്സീർ, ഹദീസ്, ഫിഖ് തുടങ്ങി എല്ലാ വിഷയങ്ങളിലും അത്യവഗാഹമുണ്ടായിരുന്നു ഇബ്നു അബ്ബാസിന്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും വേണ്ടി എത്തിച്ചേരുന്ന ആളുകളുടെ ബാഹുല്യം കാരണം ഓരോ വിഷയങ്ങൾക്കും വ്യത്യസ്ത ദിവസങ്ങൾ നിർണയിച്ചുകൊണ്ടായിരുന്നു അധ്യാപനങ്ങൾ നടന്നിരുന്നത്.
ധാരാളം കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, പക്ഷേ സമയം അനുവദിക്കുന്നില്ലല്ലോ. പിൽക്കാലത്ത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവും മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവും തമ്മിൽ നടന്ന സംഘട്ടനങ്ങളിൽ അലിയാരുടെ പക്ഷത്താണ് സത്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പക്ഷത്ത് നിലകൊള്ളുകയും അതേസമയം രഞ്ജിപ്പിനായി, പ്രശ്നപരിഹാരത്തിനായി പരമാവധി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇബ്നു അബ്ബാസ്. ഒടുക്കം 71 വയസ്സിൽ ത്വായിഫിൽ വെച്ചാണ് അദ്ദേഹം വഫാത്താകുന്നത്. ഇനി നമുക്ക് ഹദീസിലേക്ക് വന്നാൽ, കുന്തു ഖൽഫൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ. ഒരു ദിവസം റസൂലിന്റെ പിന്നിലായിരുന്നു ഇബ്നു അബ്ബാസ്. യാത്രയിലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സദസ്സിലായിരിക്കാം. റസൂൽ തിരിഞ്ഞു നിന്ന് അദ്ദേഹത്തോട് പറയുകയാണ്, യാ ഗുലാം, കുഞ്ഞെ. സാധാരണഗതിയിൽ 9 വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെയാണ് ഗുലാം എന്ന് അറബിയിൽ വിളിക്കുന്നത്. അപ്പോൾ ന്യായമായും ഇത് നടക്കുന്ന നേരത്ത് 9 അതിൽ താഴെയോ വയസ്സ് മാത്രമായിരുന്നു ഇബ്നു അബ്ബാസിൻ്റെത്. അപ്പോൾ വളരെ വാത്സല്യത്തോടെ റസൂൽ വിളിച്ചിട്ട് ഏതെങ്കിലും കടങ്കഥയോ തമാശയോ കൊഞ്ചിക്കലോ അല്ല നടത്തുന്നത്, മറിച്ച് വളരെയേറെ സുപ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ആ കുഞ്ഞിനോടും പറഞ്ഞു കൊടുക്കുന്നത്. ഇഹ്ഫദില്ല, നീ അള്ളാഹുവിനെ ഹിഫ്ള് ചെയ്യണം, അഥവാ ബി മൈൻഡ്ഫുൾ ഓഫ് അള്ളാഹ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഹൃദയത്തിൽ എപ്പോഴും കെടാതെ കാത്തു സൂക്ഷിക്കണം. അതുവഴി ഹലാൽ ഹറാമുകളെ കുറിച്ച് ബോധ്യമുണ്ടാവും. ന്യായാന്യായങ്ങളെക്കുറിച്ചും ശരിതെറ്റുകളെക്കുറിച്ചും നീതിയെയും അനീതിയെക്കുറിച്ചുമൊക്കെയുള്ള ബോധം നിലനിൽക്കും. അങ്ങനെ ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ യഹ്ഫളുക, ഹി വിൽ ടേക്ക് കെയർ ഓഫ് യു, അവൻ നിന്നെ സംരക്ഷിച്ചോളും. അറബ് ഭാഷയുടെ ഒരു പ്രത്യേകത സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്താൻ തോന്നുകയാണ്. ചില പദങ്ങൾ അതിനോട് ചേർത്ത് വെക്കുന്ന കർത്താവിന്റെ അഥവാ സബ്ജക്റ്റിന്റെ, അറബിയിൽ പറഞ്ഞാൽ ഫായിലിന്റെ സ്വഭാവത്തിനനുസരിച്ച് അർത്ഥവ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കും. താപ എന്ന വാക്ക് നമ്മൾ മനുഷ്യരുമായി ചേർത്താണ് പറയുന്നെങ്കിൽ പശ്ചാത്തപിച്ചു എന്നാണ് അർത്ഥം. എന്നാൽ അത് അള്ളാഹുമായിട്ട് ചേർത്താണ് പറയുന്നെങ്കിൽ പശ്ചാത്താപം സ്വീകരിച്ചു എന്നായിരിക്കും അർത്ഥം. സ്വല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നാണ് അർത്ഥം. എന്നാൽ അള്ളാഹുമായി ചേർത്ത് സ്വല്ല എന്ന് പറഞ്ഞാൽ അവൻ അനുഗ്രഹിക്കുന്നു, സംരക്ഷിക്കുന്നു എന്നൊക്കെ ആയിരിക്കും അർത്ഥം. ഇതുപോലെ ഹഫില എന്ന് പറയുന്നത് അള്ളാഹുവിനെ നാം സംരക്ഷിക്കുന്നത് എങ്ങനെയാണ്? അവന്റെ നിയമങ്ങൾ, അവന്റെ ശരീഅത്തുകൾ, അവന്റെ നിർദ്ദേശങ്ങൾ ഇതെല്ലാം പരിപാലിച്ചുകൊണ്ട് പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കുകയാണത്. അതേസമയം അവൻ നമ്മെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും, എസ്പെഷ്യലി പരലോകത്ത് വരാനിരിക്കുന്ന ഭീകരമായ നാശനഷ്ടങ്ങളിൽ നിന്നും അവൻ നമ്മെ സുരക്ഷിതനാക്കുമെന്നതാണ്. ഒന്നുകൂടെ പറയട്ടെ, ഇഹ്ഫദില്ല, അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ തജിദുഹു തുജാഹക്, അവനെ നിന്റെ മുന്നിൽ കാണാം, നിന്റെ ചാരത്ത് ഓരത്ത് അവനെ നിനക്ക് കണ്ടെത്താം. അള്ളാഹുവിനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാം എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം, മറിച്ച് അവന്റെ സാന്നിധ്യം, അവന്റെ കെയർ, അവന്റെ കരുതൽ, അവന്റെ സ്നേഹം ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവഭേദ്യമായി മാറും. ഇതാ സഅൽ തഫസഅലില്ല, അതുകൊണ്ട് എന്ത് ചോദിക്കണമെങ്കിലും അള്ളാഹിനോട് തന്നെ ചോദിക്കണം. തൗഹീദിന്റെ കോറായ ആണിക്കല്ലായ വിഷയമാണ് ഈ കുഞ്ഞിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത്. ചോദ്യങ്ങൾ എന്തും അള്ളാഹുവിനോടാകട്ടെ, കാരണം അവൻ അങ്ങേയറ്റം സമീപസ്ഥനാണ്, കണ്ടനാടിയേക്കാൾ അക്രബുമിൻ ഹബിലിൽ വരീദ്. മാത്രമല്ല വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, സഹായം ചോദിക്കണമെങ്കിൽ അതും അള്ളാഹുവിനോട് തന്നെ ചെയ്യണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അതിന്റെ തന്നെ മറ്റൊരു വാചിക രൂപമാണ് റസൂൽ ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ, അഥവാ അവന്റെ ഹദ്ദുകളെ കുറിച്ച് തിരിച്ചറിവുണ്ടായി കഴിഞ്ഞാൽ നീ സുരക്ഷിതനാക്കപ്പെടും. തുടർന്നുള്ള എല്ലാ ആവലാദികളും വേവലാദികളും സഹായാഭ്യർത്ഥനകളും എല്ലാം അള്ളാഹുവിന്റെ മുന്നിൽ കെട്ടഴിച്ചു വെക്കുകയും ചെയ്യുക. ഈ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു കാര്യം കൂടി റസൂൽ വിവരിക്കുകയാണ്. വാലം, അറിഞ്ഞു വെച്ചോളൂ, അനൽ ഉമ്മത ലൗ ഇജ്തമഅത്, ഈ സമൂഹം അപ്പാടെയും കൈകോർക്കുകയാണ്, ഒത്തൊരുമിച്ച് നിൽക്കുകയാണ്. എന്തിന്? അല അൻ യൻഫഉക ബിശൈഇൻ, നിനക്കൊരു നന്മ ചെയ്യാൻ, നിന്നെ സഹായിക്കാൻ, നിന്നെ പിന്താങ്ങാൻ എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായി ഒരു മെയ്യായി നിൽക്കുകയാണ്. പക്ഷേ ലൻ യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്, നിനക്ക് കിട്ടണമെന്ന് അല്ലാഹു നിശ്ചയിച്ചതെന്തോ അതിൽ കവിഞ്ഞതൊന്നും അവര് മുഖാന്തരം നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ അലകടലായി മനുഷ്യർ മുഴുവൻ ഒന്നിച്ചു ചേർന്നു നിന്നു. പക്ഷെ ജീവൻ ബാക്കിയാവണമെന്നില്ല. ഒരാളുടെ വിശപ്പ് മാറ്റാൻ, ദാഹം അകറ്റാൻ, ഒരാൾക്ക് കൂര വെച്ചു കൊടുക്കാൻ, ഒരാളെ സാന്ത്വനിപ്പിക്കാൻ, അങ്ങനെ വേറെ ഏതെങ്കിലും അർത്ഥത്തിൽ സഹായ ഹസ്തങ്ങളുമായിട്ട് എത്ര തന്നെ മനുഷ്യർ കാടിളക്കി വന്നാലും ശരി, അള്ളാഹു വിധിച്ചതിനപ്പുറം
ഒരു സഹായവും നിനക്ക് ലഭ്യമാകാൻ പോകുന്നില്ല. സമാനമായി വൈനിജിതമൗ അലാ അൻ യളുറുക ബിശൈഇൻ, നിന്നെ ദ്രോഹിക്കാനാണ് ഇവരെല്ലാവരും കൂടി തീരുമാനിക്കുന്നതെന്ന് കരുതുക. ലോകം മുഴുവൻ നിനക്ക് നേരെ വിരൽ ചൂണ്ടിയിരിക്കുന്നു, അസ്ത്രങ്ങൾ അയക്കുന്നു, ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, മണ്ണിൽ ചവിട്ടി ഉറച്ചു നിൽക്കാൻ സമ്മതിക്കാത്ത വിധം ആക്രമണ പരമ്പരകൾ അഴിച്ചുവിടുന്നു എന്ന് സങ്കല്പിക്കുക. പക്ഷേ ലൻ യളുറുക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു അലൈക്, നിനക്ക് നേരെ അള്ളാഹു നേരത്തെ വിധിച്ച ദ്രോഹങ്ങൾ അല്ലെങ്കിൽ മുസീബത്തുകൾ ഉണ്ടാകും. അതിനപ്പുറത്തൊന്നും ഈ മാലോകർ അത്രയും ഒന്നിച്ചൊരുമിച്ച് തീരുമാനിച്ചാലും നിനക്ക് വന്ന് ഭവിക്കാൻ പോകുന്നില്ല. നോക്കൂ, എത്രമാത്രം ധീരവും ശക്തവുമായ ഒരു ജീവിതമായിരിക്കും ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്നതെന്ന്. ഖദർ ഖലായിലുള്ള അടിയുറച്ച വിശ്വാസം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരിടത്തുനിന്നും ലഭിക്കാത്ത വിധം ലോഡഡ് ആയിട്ടുള്ള എനർജിയാണ്, ആത്മവിശ്വാസമാണ്, ഇന്ധനമാണ്. പക്ഷെ ഇതൊക്കെ അറിയാമെങ്കിലും കാലിൽ ഒരു മുള്ള തറക്കുമ്പോഴേക്ക് നമ്മൾ ബേജാറായി പോകുന്നു. ആരെങ്കിലും നമ്മളെ ഒന്ന് തുറിച്ചു നോക്കുമ്പോഴേക്ക് നമ്മൾ തളർന്നു പോകുന്നു. ജീവിതത്തിൽ ഏത് നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴും, ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും, ആരൊക്കെ കൊലവിളികൾ നടത്തിയാലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവളെ തെല്ലും ബാധിക്കുകയോ സ്പർശിക്കുക പോലുമോ ചെയ്യുകയില്ല എന്നതാണ് വസ്തുത. റുഫിയത്തിൽ അഖ്ലാം വജഫത്തി സുഹഫ്, പേനകളെല്ലാം ഉയർത്തപ്പെട്ടു, പേജുകളെല്ലാം ഉണങ്ങുകയും ചെയ്തു. അഥവാ വിധി അത് നേരത്തെ നിർണിതമായി കഴിഞ്ഞതാണ്. ഇനി മായ്ക്കാനോ തിരുത്തി എഴുതാനോ വളച്ചൊടിച്ച് പുതിയൊന്നുണ്ടാക്കാനോ ഒന്നും സാധ്യമല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കില്ല. അള്ളാഹു നേരത്തെ ഇതെല്ലാം തന്റെ ഖദർ ഖലാഇന്റെ ഭാഗമായി രേഖയാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി അങ്ങോട്ട് സംഭവിക്കുന്ന എല്ലാം അവന്റെ ഖദർ ഖലാഇനനുസരിച്ച് മാത്രമാണ്. അതുകൊണ്ട് ലോകത്ത് അള്ളാഹുവിനെ അല്ലാതെ ആരെയും ഭയക്കാതിരിക്കുക, ലോകത്ത് അള്ളാഹുവിനെ അല്ലാതെ ആരെയും ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുക. ഇതേ ഹദീസ് ഇമാം തിർമിദിയുടേതല്ലാത്ത റിപ്പോർട്ടുകളിൽ സ്വല്പം ചില വകഭേദങ്ങളോടുകൂടി വന്നിട്ടുണ്ട്. അതുകൂടെ വായിക്കാം. ഇഹ്ഫളില്ലാഹ തജിദുഹു അമാമക്, നീ അള്ളാഹുവിനെ ഹിഫ്ള് ചെയ്താൽ നിന്റെ മുന്നിൽ നിനക്ക് അവനെ കണ്ടെത്താം. തഅറഫ് ഇലല്ലാഹി ഫിർ റഖാ, നീ നിന്റെ ഐശ്വര്യവേളയിൽ, ക്ഷേമവേളയിൽ അള്ളാഹുവിനെ അറിഞ്ഞു പെരുമാറിയാൽ യഅരിഫുക ഫിശ്ശിദ്ദ, നിന്റെ പ്രയാസങ്ങളുടെയും പരിവട്ടത്തിന്റെയും നേരത്ത് അവൻ നിന്നോടും അറിഞ്ഞു പെരുമാറും. വഅലം അന്നമാ അഖ്തഅക ലം യകുൻ ലിയുസീബക്, മനസ്സിലാക്കിക്കോ, നിന്നിൽ നിന്നും അകന്നു പോയതൊന്നും നിന്നെ ബാധിക്കേണ്ടതായിരുന്നില്ല. വമാ അസ്വാബക ലം യകുൻ ലിയുഖ്തിയക്, എന്നാൽ നിന്നെ ബാധിച്ചതോ നിന്നിൽ നിന്നൊരിക്കലും ഒഴിവായി പോകുന്നതുമല്ല. അഥവാ നിനക്ക് വിധിച്ചതെല്ലാം നിന്നെ തേടിയെത്തുകയും വിധിക്കാത്തവയെല്ലാം നിന്നിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. വഅലം അന്ന നസ്റ മഅ സ്വബ്ർ, സ്ഥൈര്യത്തോടൊപ്പമാണ് സഹായം എന്ന കാര്യം ഓർത്തുവെച്ചോളൂ. വഅന്നൽ ഫർജ മഅൽ കർബ്, പ്രയാസത്തിന്റെ കൂടെയാണ് ആശ്വാസം എന്ന കാര്യവും. വഅന്ന മഅൽ ഉസ്രി യുസ്ര, എല്ലാ ആയാസത്തോടൊപ്പവും ഒരു അനായാസം കൂടി ഉണ്ടാകും. സ്വബ്റിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് വളരെ വിശദമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റു കാര്യങ്ങൾ അടുത്ത ഹദീസ് പറയുമ്പോൾ പറയാൻ ശ്രമിക്കാം. 2-3 ആയത്തുകൾ കൂടി ഇതിനോട് ചേർത്ത് വെക്കണം എന്ന് വിചാരിച്ചിരുന്നു. ഈ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു വഇൻ യുരിദക ബിഖൈറിൻ ഫലാ റാദ ലിഫദ്ലി, നിനക്കൊരു ദ്രോഹം അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിത്തരാനോ, നിനക്കൊരു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തടയാനോ ആരുമില്ലെന്ന കാര്യം സൂറ യൂനുസിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഖുൽ ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ, സൂറത്ത് തൗബയിൽ പറയുന്നു, അല്ലാഹു രേഖപ്പെടുത്തിയതല്ലാത്തതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്ന്. വലയിൻ സുബർത്തും ലഹുവ ഖൈറുൻ ലിസ്വാബിരീൻ, നിങ്ങൾ സ്ഥൈര്യത്തോടെ ഇരുന്നാൽ അതായിരിക്കും ഏറ്റവും ഖൈറ് എന്ന് തിരിച്ചറിയുക. ഖമീം ഫിയാത്തിൻ ഖലീല ഗലബത് ഫിയത്തൻ കസീറ ബിഇദ്നില്ല, അള്ളാഹുവിന്റെ ആശീർവാദത്തോടുകൂടി എത്രയെത്ര കൊച്ചു സംഘങ്ങൾ, എത്രയെത്ര ഭീമാകാരമായ സൈനികരെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. വല്ലാഹു മഅ സ്വാബിരീൻ, കാരണം സ്ഥൈര്യത്തോടെ മുന്നോട്ട് നീങ്ങുന്നവരോടൊപ്പമാണ് അള്ളാഹു ഉള്ളത്. അവർ ചെറുതോ വലുതോ ആവട്ടെ, അവർ കുറച്ചോ കൂടുതലോ ആവട്ടെ, ഡോണ്ട് ഗിവ് അപ്പ്, പിന്തിരിയരുത്, കീഴടങ്ങുകയും ചെയ്യരുത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.